മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ പരാതിക്കാരി നാട്ടിലെത്തി. ഉടൻ മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി നൽകിയേക്കും. വിവരങ്ങളുമായി ആഷിഖ് ചേരുന്നു. ആഷിഖ്, വിവരങ്ങൾ പറയാം. പരാതി നൽകിയ യുവതിയാണ് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയാണ്. അവർ വിദേശത്തായിരുന്നു. ഈ പരാതി നൽകുന്ന സമയത്ത് അവർ വിദേശത്തായിരുന്നു. ശേഷം ഇമെയിലിലൂടെ പോലീസിനെ നേരിട്ട് പരാതി നൽകുകയായിരുന്നു. മൊഴിയടക്കം രേഖപ്പെടുത്തിയതും ഈ ഓൺലൈൻ വഴിയായിരുന്നു. അതിന് പിന്നാലെയാണ് പരാതിക്കാരി നേരിട്ടെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലാണ്. ഈ 3ാം കേസിലാണ് രാഹുൽ ഇപ്പോൾ അറസ്റ്റിലുള്ളത്. ആ കേസിലാണ് വളരെ നിർണായകമായ മൊഴി നൽകാൻ ഇപ്പോൾ ഈ പരാതിക്കാരി എത്തിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് കേസുകളിൽ വിഭിന്നമായി സാമ്പത്തിക ചൂഷണമടക്കം വലിയ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്ന ഒരു കേസാണ്. ആ കേസ് ശക്തിപ്പെടുത്താൻ ഈ പരാതിക്കാരിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുന്നത് വലിയ ഗുണകരമാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെയും വിലയിരുത്തൽ. നേരത്തെ തന്നെ പരാതി ഉയർന്നപ്പോൾ തന്നെ ഈ പരാതിക്കാരി നേരിട്ട് എത്തുമെന്നൊരു കാര്യം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിക്കാരി നാട്ടിലെത്തിയിരിക്കുന്നത്. അവർ നേരിട്ട് മജിസ്ട്രേറ്റ് മുന്നിൽ പോയി മൊഴി രേഖപ്പെടുത്തും. അത് കേസിനെ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗിക ആരോപണത്തിനുമായി സാമ്പത്തിക ചൂഷണമടക്കം വലിയ രീതിയിൽ ആരോപണങ്ങൾ വരുന്ന കേസാണ്. ഇതിലാണ് ഇപ്പോൾ പരാതിക്കാരി നേരിട്ട് നാട്ടിലെത്തി ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നത്. ആഷിഖ്, നാളെ രാഹുലിന്റെ ജാമ്യാപേക്ഷയും അതുപോലെ തന്നെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു സുപ്രധാന നീക്കം. ഇത് രാഹുലിനുള്ള കുരുക്ക് മുറുകാൻ സാധ്യതയുണ്ടാകുമല്ലേ? ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പരാതിക്കാരുടെ മൊഴി ഏറ്റവും പ്രധാനമാണ്. അത് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു തുമ്പാകാൻ പോകുന്നത്. കാരണം പരാതിക്കാരി തന്നെ നേരിട്ട് മജിസ്ട്രേറ്റ് മുന്നിലെത്തി തന്റെ അനുഭവങ്ങൾ താൻ നേരിട്ട പീഡനങ്ങളെല്ലാം വിവരിക്കുന്നു. ആ സമയത്ത് അത് കൂടുതൽ കേസിനെ ശക്തിപ്പെടുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകളും ഒരുപക്ഷെ അന്വേഷണ സംഘത്തെ നേരിട്ട് കൈമാറാനും ഒരുപക്ഷെ യുവതിക്ക് സാധിച്ചേക്കും. ഇതെല്ലാം കേസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസിന്റെയും ഒരു പ്രതീക്ഷ. അത് പരാതിക്കാരി നേരിട്ടെത്തി മൊഴി നൽകുന്നതിലൂടെ ഈ കേസിന്റെ ഒരു പിൻബലം, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 കേസുകളിലും ഒരു കേസിൽ രാഹുലിനെ മുൻകൂർ ജാമ്യം ലഭിച്ചു, ഒന്നിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് കോടതി തടയുകയുണ്ടായി. ഈ 2 കേസുകളിലും പോലീസിന് ചെറിയ വീഴ്ചയുണ്ടായെന്ന് പരക്കിയ ഒരു ആക്ഷേപമുണ്ട്. അതിന് വിഭിന്നമായി ഈ കേസിൽ കൂടുതൽ നിയമവശങ്ങളിലൂടെയും അതുപോലെ തെളിവുകളിലൂടെയും മൊഴികളിലൂടെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതിനെ കൂടുതൽ ഒരു അരക്കിട്ട് ഉറപ്പിക്കുന്നത് ഒരുപക്ഷെ പരാതിക്കാരുടെ നേരിട്ടുള്ള മൊഴിയായിരിക്കും. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു നീക്കമാണ്. പരാതിക്കാരി തന്നെ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ കേസിന്റെ ഒരു ശക്തി തന്നെ വർദ്ധിക്കും. ഇത്തരത്തിൽ നാളെ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ കേസിനെ കുറിച്ച് ശക്തിപ്പെടുകയും ഒരു ജാമ്യം ഒഴിവാക്കാൻ, അതായത് രാഹുലിന് ജാമ്യം നൽകാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയായി ഒരുപക്ഷെ ഇത് മാറാൻ സാധ്യതയുണ്ട്. ആഷിഖ് റഹ്മാനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.